എല്ലാവർക്കും ഒരു പേടിയാണ്, ഒരു ബ്രേക്ക് എടുത്താൽ തിരിച്ചു വരുമ്പോൾ അത് അത്ര ഈസി ആണോ എന്നുള്ളത്. എന്നിട്ടും എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായത്? പ്രഗ്നൻസിയുടെ സമയത്ത് പ്രഗ്നൻസിക്ക് മുന്നേ തന്നെ അമല ഒരു ബ്രേക്ക് എടുത്തിരുന്നല്ലോ. ഒരു കോൺഷ്യസ് ബ്രേക്ക് ആയിരുന്നു. അതായിരുന്നു ആ സമയത്ത് ആവശ്യം, പ്രയോറിറ്റി അതായിരുന്നു. ബിക്കോസ് നമ്മൾ ഫുൾ എനർജിയിൽ ഫുൾ ഹാപ്പിനെസ്സിൽ ഒരു കാര്യം ചെയ്യാനാണ് എനിക്കിഷ്ടം. അപ്പോഴാണ് അത് എൻ്റെ ബെസ്റ്റ് ആവുക അല്ലേ. ഹാഫ് ഹാർട്ടഡ് ആയിട്ട് ഒന്നും ചെയ്യാൻ എനിക്കിഷ്ടമല്ല എന്തായാലും. അപ്പം ആ സമയത്ത് എനിക്ക് പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് അതായിരുന്നു. അപ്പം അത് ചെയ്തു. പിന്നെ പ്രഗ്നൻസിയിലാണ്, പിന്നെ അതൊരു നാച്ചുറൽ ബ്രേക്ക് ആയിരുന്നു. ബട്ട് അഗെയിൻ ഫിലിംസിൻ്റെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ആക്റ്റീവായി. ഞാൻ എപ്പോഴും ലൈഫിൽ ബിലീവ് ചെയ്യുന്നൊരു കാര്യം, നമുക്ക് അറിയത്തില്ല ഫ്യൂച്ചർ എന്താണെന്ന്. ആൻഡ് നമ്മൾ ഇതുവരെയുള്ള നമ്മുടെ ലൈഫ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഫ്യൂച്ചർ എന്നും ബെറ്ററേ ആയിട്ടുള്ളൂ അല്ലേ. ഒരിക്കലും ഐ ഡോണ്ട് തിങ്ക് ആരുടെയും പണ്ടത്തെക്കാളും എൻ്റെ ലൈഫിൽ ഐ ഫീൽ ബ്ലെസ്ഡ് ടു ഹാവ് ബെറ്റർ. ഇപ്പം കഴിഞ്ഞ വർഷം എന്നോട് ഈ സമയത്ത് ഈ വർഷം ഞാൻ ഒരു അമ്മയാവുമെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കത്തില്ലായിരുന്നു. അപ്പം ഐ ഡോണ്ട് തിങ്ക് മച്ച് അബൌട്ട് ഫ്യൂച്ചർ. ഇപ്പം പ്രസൻറ്റിൽ എന്താണോ എനിക്ക് ബെസ്റ്റ് ചെയ്യാൻ പറ്റുക അത് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഫോളോ ചെയ്യുന്നൊരു കാര്യം. കാരണം നടിമാരെയൊക്കെ നോക്കുക, പ്രത്യേകിച്ച് ബോളിവുഡിലോട്ടൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അമലയും അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ എല്ലാവരും പതുക്കെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു കുറച്ച് സമയം കഴിഞ്ഞ് ബേബീസ് എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അവരെ പറയുന്നുണ്ടായിരുന്നു കുട്ടികളെ അത്രയ്ക്ക് ഇഷ്ടമാണെന്ന് അല്ലേ. ഇത് ഭയങ്കര ഇപ്പോൾ പറഞ്ഞു ഹണിമൂണിന് പോകാൻ പോലും സമയം കിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം ഇലൈ എങ്ങനെ എന്തൊരു പ്രതീക്ഷയോടുകൂടിയാണ് കുഞ്ഞ് വരുന്നു എന്നുള്ളൊരു തിരിച്ചറിവ്? ആക്ച്വലി ആളുടെ എൻട്രി തന്നെ ഒരു മാസ് എൻട്രി ആയിരുന്നല്ലോ. എല്ലാവരും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു എൻട്രി ആയിരുന്നു ആളുടെ. ഇതിപ്പോൾ മൈ ഗോഡ്, ഇതിപ്പോൾ എന്താ ചെയ്യുക, എന്താണെന്ന് അറിയത്തില്ല, ഹാൻഡിൽ ചെയ്യണം. ഞങ്ങളപ്പോൾ മാരീഡ് ആയിരുന്നില്ല. അപ്പം ലോട്ട് ഓഫ് ഡിസിഷൻസ് വി ഹാഡ് ടു ടേക്ക്. ആൻഡ് പക്ഷേ ഇറ്റ് വാസ് മെന്റ് ടു ബി. അതായത് നമ്മൾ പറയില്ലേ കൊച്ചുങ്ങളെ പ്ലാൻ ചെയ്യണം എന്നൊക്കെ, എനിക്കറിയത്തില്ല കേട്ടോ. ബിക്കോസ് അവർക്ക് വരാൻ സമയമാകുമ്പോൾ അവർ വരും, അത് പ്ലാൻ ചെയ്താലും പ്ലാൻ ചെയ്തില്ലെങ്കിലും. അപ്പോൾ ഇല്ലായുടെ അങ്ങനത്തെ ഒരു എൻട്രി ആയിരുന്നു. ആൻഡ് ഞാൻ ഏറ്റവും കൂടുതൽ ഒരു ചേഞ്ച് ആഗ്രഹിച്ചിരുന്ന സമയത്താണ് ലൈവ് വരുന്നത്. അപ്പോൾ ഇതിനേക്കാളൊരു ബ്യൂട്ടിഫുൾ ചേഞ്ച് വേറെ എന്താണോ ഉള്ളത്. അപ്പം എവറി മൊമെൻറ്റ് എവറി ഡേ വാസ് എക്സൈറ്റിംഗ്. ആൻഡ് ത്രൂ ഔട്ട് ആളെങ്ങനെയായിരിക്കും എന്നുള്ള ഒരു ക്യൂരിയോസിറ്റിയും. ആൻഡ് ഇപ്പം ആൾ വന്നു. ഇപ്പം അതായി ലൈഫ് ആക്ച്വലി. ഇപ്പം അമല പറഞ്ഞുള്ള ഫ്യൂച്ചർ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണെന്ന് പറഞ്ഞല്ലോ അമലയുടെ. കാരണം ഞാൻ കാണുമ്പോൾ അങ്ങനെ ആവട്ടെ. അതെ ഉറപ്പായിട്ടും അങ്ങനെയാണ് ആയിക്കൊണ്ടേ. അമല ഞാൻ കാണുമ്പോഴും നമ്മൾ വിചാരിക്കും അത്രയും അമലയുടെ ലാസ്റ്റ് ട്രൈമസ്റ്ററിലാണ് നമ്മൾ കാണുന്നത്. അപ്പോഴും റാമ്പ് വർക്ക് ചെയ്യുന്നു, അത്രയും എനർജിയോട് കൂടി സംസാരിക്കുന്നു, ഫോട്ടോഷൂട്ട്സ് ചെയ്യുന്നു. നമുക്ക് കാണുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ട് അയ്യോ എനിക്ക് കൊത്തിയാവും അങ്ങനെ ആവുന്നു. ഇപ്പൊ നോക്കൂ, ഒരു മാസം നോർമലി നമ്മൾ പ്രത്യേകിച്ച് കേരളത്തിലെ സ്ത്രീകളൊക്കെ ഒരു 3 മാസം റെസ്റ്റ് എന്നൊക്കെ പറയുന്ന ഒരു സമയത്തേക്ക് അമല ഇന്ന് എന്നോട് സംസാരിക്കുമ്പോൾ സമയം 8 മണിയാകുന്നു. ഇന്ന് ഫുൾ ഡേ ഷൂട്ടിലായിരുന്നു. എങ്ങനെയാണ് അമല ഈ ഒരു പോസിറ്റിവിറ്റി, ഈ ഒരു എനർജി കാത്തു സൂക്ഷിച്ചത്? എപ്പോഴും അത് പോസിറ്റീവ് ആണെന്ന് എനിക്ക് പറയാം. ഇന്നലെ എനിക്ക് ഭയങ്കര വിഷമമായി ആക്ച്വലി. ആ കോളേജ് ഇവന്റ് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പം അത്രയും നേരം ഫസ്റ്റ് ടൈമാണ് ഞാൻ ബേബിയുടെ അടുത്ത് അത്രയും നേരം മാറി നിന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. ആൻഡ് ഐ വാസ് കൈൻഡ് ഓഫ് ലോ. അപ്പം ലക്കിലി ജഗത് വാസ് ദെയർ ആൻഡ് ഹി വാസ് ചിയറിങ് മീ അപ്പ്. ലൈക്ക് ഇറ്റ്സ് ഓക്കെ. ഇപ്പം നമ്മുടെ ലൈഫ് സ്റ്റൈലായിട്ട് ബേബിയും യൂസ്ഡ് ആവണമല്ലോ, നമ്മളെങ്ങനെ അവരെ നോക്കുന്നു എന്നുള്ളതാണല്ലോ. അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ. ദിസ് ഇസ് ദ റിയാലിറ്റി. ഫിലിം ഇസ് ഇമ്പോർട്ടൻറ്റ്. 26th റിലീസ് ചെയ്യുവാണ്. ഞാനിപ്പോൾ ഇന്ന് ഈ പ്രൊമോഷൻ ചെയ്യുന്നതുകൊണ്ട് ആ ഫിലിമിൽ ഇറ്റ്സ് മൈ ഡ്യൂട്ടി, റൈറ്റ്? ഇറ്റ്സ് മൈ ജോബ്. ഐ എം ആൻ ആക്ടർ. അപ്പം അത് ചെയ്യാതിരിക്കാനായിട്ട് എനിക്ക് റീസൺ ഉണ്ട്. പക്ഷെ അത് ചെയ്യാതിരുന്നെങ്കിൽ ഞാൻ ഭയങ്കര ഗിൽറ്റി ആയേനെ. എനിക്കൊരു സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റത്തില്ല. അയ്യോ എനിക്കത് ചെയ്യായിരുന്നു എന്നുള്ള ആ ഒരു ക്വസ്റ്റൻ എനിക്ക് എപ്പോഴും വരും. സോ ഐ പുഷ് മൈ സെൽഫ്. എങ്ങനെയെങ്കിലൊക്കെ എൻ്റെ ആ ഒരു പരിമിതികളിൽ നിന്നുകൊണ്ട് ഐ എം ട്രൈങ് ടു ബാലൻസ് ആൻഡ് ഐ എം ട്രൈങ് ടു പുഷ് മൈ സെൽഫ്. ബിക്കോസ് ലോട്ട് ഓഫ് ഒരു സിനിമ ഉണ്ടാവാനായിട്ട് ഒത്തിരി പേരുടെ എഫേർട്ട് ഉണ്ട്. ആൻഡ് ആ ഫിലിമിൽ അഭിനയിച്ചിരിക്കുന്ന, വർക്ക് ചെയ്തിരിക്കുന്ന എല്ലാവരുടെയും ഒരു വലിയ പ്രതീക്ഷയാണ് ആ സിനിമ അല്ലേ. അവരുടെ ലൈഫ് തന്നെ മാറ്റിമറിക്കുന്ന ഒരു സംഭവമാണ്. അപ്പം അതിലേക്ക് എൻ്റെ ബെസ്റ്റ് എനർജി കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ ശ്രമിക്കുന്നത്. കാരണം ഇപ്പം അമല പറഞ്ഞത് കറക്റ്റാണ്. കാരണം അമലയും ഒരു പ്രൊഡ്യൂസർ ആയതുകൊണ്ട് അമലയ്ക്ക് അത്രത്തോളം അറിയാമല്ലോ ഒരു സിനിമയ്ക്ക് നമ്മൾ അനുഭവിക്കുന്ന എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് എന്നുള്ളത്. ആബ്സല്യൂട്ട്ലി.